നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഒത്തിരി അനേകം പെനി സ്റ്റോക്കുകൾ പലതരത്തിലുള്ള സ്കാമുകൾ നടത്തുന്നത്, ന്യൂസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പമ്പ് ആൻഡ് ഡംപ് സ്കീമുകളൊക്കെ നടത്തുന്നത്. ഇത് പക്ഷേ അതേപോലെ തന്നെ ഉള്ളതാണ്. പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്കാം അടുത്ത ഒരു നിലയിലേക്ക് എത്തി വേറൊരു ലെവലിലാണ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. സാധാരണ രീതിയിൽ ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീമൊക്കെ നടത്തുന്നവര് അതൊരു 1 മാസത്തേക്കോ 1.5 മാസത്തേക്കോ ഒക്കെ പരമാവധി നീണ്ടു നിൽക്കാറുള്ളൂ. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു വ്യാപ്തിയോ ശേഷിയോ ശേമുഷിയോ ഒന്നും ഓപ്പറേറ്റേഴ്സിന് ഉണ്ടാകാറില്ല. പമ്പ് ആൻഡ് ഡംപ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു പ്രത്യേക സ്റ്റോക്കിന്റെ ന്യൂസുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് നൽകുകയോ ഒക്കെ ചെയ്തിട്ട്, പ്രത്യേകിച്ച് വലിയ വോള്യൂം ഇല്ലാത്ത സ്റ്റോക്കുകൾ എല്ലാവരും വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്ന് പറയും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ നല്ല ന്യൂസുകൾ ഉണ്ടാക്കും. ഇപ്പൊ 10 രൂപയ്ക്ക് ഇരിക്കുന്ന സ്റ്റോക്ക് ഇനി അടുത്ത 2-3 മാസത്തിനുള്ളിൽ 100 രൂപയാകും, 500 രൂപയാകും എന്നൊക്കെ പറയും. ഇതെല്ലാം കേൾക്കുന്ന മതി കേൾക്കാത്ത മതി കുറെ ഇൻവെസ്റ്റേഴ്സ് വന്ന് വാങ്ങിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവർ വാങ്ങിക്കാൻ തുടങ്ങുന്നതിന് മുമ്പോ, ഈ ന്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് മുമ്പോ ഓൾറെഡി ഈ ഒരു ഓപ്പറേറ്റേഴ്സ് ഇത് ചെറിയ വിലയ്ക്ക് ഒത്തിരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ന്യൂസ് പുറത്തു വന്നു കഴിയുമ്പോൾ കുറെ പേര് വന്നിട്ട് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ വില എപ്പോഴും അപ്പർ സർക്യൂട്ടിലായിരിക്കും, കുറേ മുകളിലേക്ക് പോകും. അത് മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഓൾറെഡി ആദ്യം ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചു വെച്ച ഓപ്പറേറ്റേഴ്സ് അവർ സെല്ലിങ് തുടങ്ങും. അവരുടെ സെല്ലിംഗ് എന്ന് പറയുന്നത് വലിയ വോള്യത്തിലായതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ലോവർ സർക്യൂട്ടിലായിരിക്കും. അപ്പോൾ പമ്പ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നു, അത് കഴിഞ്ഞ് ഡംപ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇതിനകത്ത് ലോവർ സർക്യൂട്ടിന്റെ അകത്ത് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്കുകളുടെ അകത്ത് എക്സിറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഉയർന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ ഇതിന് ന്യൂസൊക്കെ കണ്ട് വാങ്ങിച്ചവർ അതിനകത്ത് കുടുങ്ങിപ്പോവും. അവർ വാങ്ങിച്ചതിനേക്കാളും വളരെ താഴെയായിരിക്കും പിന്നെ എത്തി നിൽക്കുക. ചിലപ്പോൾ വർഷങ്ങളോളം ആ നിലയിൽ നിൽക്കും. ചിലപ്പോൾ പമ്പ് ആൻഡ് ഡംപ് എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടോ ഈ ഒരു സ്റ്റോക്ക് തന്നെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട് പോയേക്കാം. അതോടുകൂടി അതിനകത്ത് എൻട്രി ചെയ്തവരും കാശ് മുടക്കിയവരുടെയും ഒക്കെ അവസ്ഥ വളരെ പരിതാപകരം ആകും. ഇതാണ് പമ്പ് ആൻഡ് ഡംപ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന പ്രത്യേക പമ്പ് ആൻഡ് ഡംപ് സ്കീമിന്റെ അകത്ത് സത്യത്തിൽ അതൊരു വലിയൊരു നിലയിലുള്ള പമ്പ് ആൻഡ് ഡംപ് സ്കീമാണ്. ആകെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നതോ അല്ലെങ്കിൽ കുറച്ച് 1-2 യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുത്തോ അല്ലെങ്കിൽ മെസ്സേജുകൾ, ബൾക്ക് മെസ്സേജ് എല്ലാവർക്കും അയച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉത്ബോധിപ്പിച്ചോ അങ്ങനെയുള്ള ഒന്നുമല്ല. ഇതിന്റെ അകത്ത് വലിയ കമ്പനികൾ ഉൾപ്പെടെ അതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവ വളരെ സംശയങ്ങൾ തെളിയിക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതിലെ നായകൻ വേറെ ആരുമല്ല, ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനി കുറെ വർഷങ്ങളായിട്ട് കാര്യമായിട്ട് ഓപ്പറേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഈ ഒരു കമ്പനി കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ അടുത്ത കാലത്താണ്, ഇതിന്റെ ഇഷ്യൂസ് ഒക്കെ വന്നതിന് ശേഷമാണ്. അപ്പൊ അതിനുശേഷം കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ഈ ഒരു ഫണ്ട് 360 കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരു സ്റ്റോക്കിന്റെ പ്രോസ്പെക്ട്സ് എന്താണ്. സാധാരണ രീതിയിൽ പെനി സ്റ്റോക്കുകൾ കാര്യമായിട്ട് നോക്കാറില്ലാത്തത് കൊണ്ട് അപ്പോൾ പറയാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നോക്കി കഴിഞ്ഞപ്പോഴാണ് കണ്ടിട്ടുള്ളത് ഈ സ്റ്റോക്കിന് യാതൊരു തരത്തിലുള്ള സെയിൽസോ അല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ അതേസമയം 2-3 മാസങ്ങൾ കൊണ്ട് 10 ഇരട്ടിയിലേക്ക് ഏകദേശം 2 മാസത്തിന്റെ ഉള്ളിൽ 10 ഇരട്ടിയായിട്ട് മാറ്റപ്പെട്ടു. പിന്നീട് എടുത്തു നോക്കുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ആ കാലഘട്ടങ്ങളിൽ ഒട്ടനേകം യൂട്യൂബ് ചാനലുകളിൽ ഈ ഒരു സ്റ്റോക്ക് ഭയങ്കര നല്ലതാണ്, റിലയൻസിന്റെ അകത്തുനിന്ന്, ടാറ്റ കൺസ്യൂമറിന്റെ അകത്തുനിന്ന്, മക്കൈന്റെ അകത്തുനിന്ന് ഇവരുടെയൊക്കെ കുറെ ഓർഡേഴ്സ് ലഭിച്ചിട്ടുണ്ട്. അവ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും കാര്യമാക്കേണ്ട, ഈ ഓർഡേഴ്സ് ഒക്കെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് ഇനി അടുത്തത് ആയിരക്കണക്കിന് രൂപയിൽ എത്തിയിട്ട് നിൽക്കുള്ളൂ എന്നുള്ള ഒട്ടനേകം വീഡിയോകൾ കാണാൻ കഴിയും. നിങ്ങൾ യൂട്യൂബിന്റെ എടുത്ത് നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒട്ടനേകം പൊക്കിപ്പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ ഒത്തിരി കാണും. ഈ ഒരു സ്റ്റോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 രൂപയിൽ നിന്നും ഏകദേശം 172 രൂപയിലേക്കുള്ള ഉയർച്ച, ഏകദേശം 105 ഇരട്ടിയായി മാറി ഇത് വെറും 2-3 മാസം കൊണ്ട്. ഇതാണ് ഏറ്റവും വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം. ഏറ്റവും തമാശയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഈ ഒരു സ്റ്റോക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന സ്റ്റോക്ക് ആയിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഫീസ് അടയ്ക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി ഒട്ടനേകം പ്രാവശ്യം അതിന്റെ പേരുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, റീസ്ട്രക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ പമ്പ് ആൻഡ് ഡംപിന്റെ കാലത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്സ് ഒത്തിരി നടത്തി. അതായത് ആദ്യത്തെ പ്രൊമോട്ടേഴ്സ് ഏകദേശം മൊത്തം ആയിട്ട് ഇതിനകത്ത് വിറ്റൊഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. 100% പബ്ലിക്കിന്റെ തലയിൽ വെച്ചു കെട്ടി എന്നർത്ഥം. പിന്നെ അത് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്സ് നടത്തിയതാണെങ്കിൽ പോലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണാവുന്ന കാര്യം മാർക്കറ്റ് പ്രൈസിനേക്കാളും വളരെ താഴ്ന്ന നിലവാരത്തിൽ ഒരു 41 പേർക്ക് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്സ് നടത്തി. അപ്പൊ ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ്സ് നടത്തുകയും മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും ഒക്കെ ഉള്ളത് വലിയ വാർത്തകളായി കൊടുത്തു. അതുവഴിയും വലിയ പമ്പിങ് നടത്തി ഒട്ടനേകം പേർ, എന്തെങ്കിലും വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവരും, പ്രത്യേകിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ഒരു ബുൾറാലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ന്യൂസ് കേട്ടാൽ ഉടനെ ചാടിക്കറി വാങ്ങിക്കുന്നു, അവരെല്ലാവരും ഓടി വന്ന് വാങ്ങിച്ചു. ഇതിന്റെ ഇടയിൽ വലിയൊരു പുഷ് ഈ കമ്പനിക്ക് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഓരോ ദിവസവും വന്നിട്ട് എക്സ്ചേഞ്ച് ഫയലിംഗ് നടത്തി ഞങ്ങൾക്ക് മക്കെയിൻ ഇന്ത്യക്കകത്തുനിന്ന്
100 ചില്ലറ കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. UPL ആഗ്രോയ്ക്കകത്ത് നിന്ന് ഓർഡേഴ്സ് ലഭിച്ചു. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിനകത്ത് ഓർഡർ ലഭിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസിനകത്ത് ഓർഡർ ലഭിച്ചു എന്നുള്ള എക്സ്ചേഞ്ച് ഫയലിംഗ് വെറുതെ ആരെങ്കിലും ഏതെങ്കിലും യൂട്യൂബേഴ്സ് പറയുന്നതല്ല. എക്സ്ചേഞ്ച് ഫയലിംഗ് തന്നെ നിയമപ്രകാരം കമ്പനി നടത്തി. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ കൂടെ ഈ എക്സ്ചേഞ്ച് ഫയലിംഗ് നടത്തുന്നത് കൂടെ ഇതിന് പ്രചുരപ്രചാരം നൽകാൻ വേണ്ടിയിട്ട് ഒട്ടനേകം യൂട്യൂബ് ചാനലുകൾ, സത്യം പറയാം ഈ കമ്പനിക്ക് വേണ്ടി മാത്രം യൂട്യൂബ് ചാനലുകൾ ഒത്തിരി തുടങ്ങി എന്നുള്ളത് ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും. കാരണം ആ പ്രത്യേക യൂട്യൂബ് ചാനലുകളിലൊക്കെ ഏക വീഡിയോ ആകെ ഈ കമ്പനിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വീഡിയോ മാത്രമാണ്. അത് മിക്കവാറും പെയ്ഡ് പ്രൊമോഷനാണ്, മറ്റൊന്നും കൊണ്ടല്ല. തുടങ്ങിയിട്ട് 2 മാസത്തിനുള്ളിൽ തുടങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു പ്രത്യേക വീഡിയോയ്ക്ക് ഏകദേശം 5-6 ലക്ഷം പേര് ആ ഒരു വീഡിയോ കണ്ടു. സാധാരണ രീതിയിൽ അത് യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് പോലെ വീഡിയോ റൺ ചെയ്യുന്നതാണ്. നമ്മളും കണ്ടിട്ടുണ്ടാകും പല യൂട്യൂബ് വീഡിയോകളും ഇതേപോലെ 2 രൂപയുള്ള സ്റ്റോക്കാണ് 10 രൂപയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നത്. അപ്പൊ അതുപോലെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് റൺ ചെയ്താണ്. അപ്പം എക്സ്ചേഞ്ച് ഫയലിംഗ് അതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് വഴിയും പെയ്ഡ് പ്രൊമോഷൻസും വഴിയുള്ള പ്രൊമോഷൻ. അപ്പോൾ പതുക്കെ പതുക്കെ സ്റ്റോക്കിൽ നിന്നും മുകളിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ 172 രൂപ വരെ എത്തി. അപ്പൊ ഇതിനെ തുടർന്ന് കുറച്ച് പരാതികളൊക്കെ ലഭിച്ചപ്പോൾ, താഴേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, ഇൻവെസ്റ്റേഴ്സിന് പുറത്തു കിടക്കാൻ കഴിയാണ്ടായി കഴിഞ്ഞപ്പോൾ പരാതികളൊക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2024 ഡിസംബറിൽ സെബി ഇതിന്റെ ട്രേഡിംഗ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. പോരാത്തതിന് 271.5 കോടി രൂപ ഇതുവഴി ഇല്ലീഗൽ ഗെയിൻസ് പ്രൊമോട്ടേഴ്സിന് ലഭിച്ചത് മരവിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഇതിന്റെ കമ്പനി ഒഫീഷ്യൽസിന്റെ പേരിൽ സെബി ആയിട്ട് കുറച്ച് നടപടികൾ വേറെയും എടുത്തു. എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഒക്കെ ഹോൾട്ട് ചെയ്തതിനെ തുടർന്ന് ഈ കമ്പനി പുതിയ മാനേജ്മെന്റിന്റെ അണ്ടറിലാണ് എന്നുള്ളത് കാണിച്ചിട്ട് സെബിക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. പക്ഷെ സെബി അത് ചെവിക്കൊണ്ടില്ല. അപ്പൊ ഇതിനെ തുടർന്ന് സാറ്റിന് ഒരു അപ്പീൽ കൊടുത്തു ആർബിട്രേഷൻ ട്രിബ്യൂണലിൽ. ആർബിട്രേഷൻ ട്രിബ്യൂണലിന്റെ വിധിയാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, സാധാരണ രീതിയിൽ ആർബിട്രേഷൻ ട്രിബ്യൂണലിന് ഒരു വിധി കൊടുത്തു കഴിഞ്ഞാൽ ഈ നടന്ന സംഭവങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്രമിക്കാറ്. ഇവിടെ പക്ഷേ ആർബിട്രേഷൻ ട്രിബ്യൂണൽ അതിനൊന്നും ശ്രമിച്ചില്ല. അതിനു പകരം സെബിയെ പിടിച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് സെബിയോട് പറഞ്ഞത് പുതിയ മാനേജ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ പുതിയ മാനേജ്മെന്റിൽ ഉള്ളവരുടെയും പുതിയ മാനേജ്മെന്റിന്റെയും കഴിവുകളെ കുറിച്ചും കോമ്പിറ്റൻസിയെ കുറിച്ചും ഒരു അന്വേഷണം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് സസ്പെൻഡ് ചെയ്തതെന്നും ട്രേഡ് ചെയ്യാൻ സമ്മതിക്കാത്തതും എന്ന രീതിയിലാണ് ട്രിബ്യൂണല് സെബിക്ക് ഒരു 5-8 ദിവസം സമയം മാത്രം നൽകിയിട്ട് ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. നമുക്കറിയുന്ന പോലെ തന്നെ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ 5-8 ദിവസം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പുതിയ മാനേജ്മെന്റ് എന്ന് പറയുന്നവരുടെ വേറെ ബോർഡ്സോ പുതിയ മാനേജ്മെന്റ് ആരാണെന്നോ തന്നെയോ യാതൊരു വിധത്തിലുള്ള അറിവുകളും ഫയലിംഗിന്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിംഗ് സസ്പെൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മക്കെയിൻ ആകട്ടെ റിലയൻസ് ആകട്ടെ ഇവരുടെയൊക്കെ അടുത്തു നിന്നുള്ള കോൺട്രാക്ട് ലഭിച്ചതിന് തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല. വെറുതെ എക്സ്ചേഞ്ച് ഫയലിംഗ് നടത്തി അതിന് പബ്ലിസിറ്റിയിൽ നൽകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം സെബിയും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന് തെളിവുകൾ നൽകാൻ. പക്ഷെ തെളിവുകൾ നൽകുന്നതിന് പരാജയപ്പെട്ടു. നേരിട്ട് കാണുമ്പോൾ തന്നെ ഒത്തിരി അനേകം സംശയങ്ങളുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കമ്പനിയെ സംബന്ധിച്ച് ഈ ഫയലിംഗ് ഒന്നും നടത്തുന്നത് കമ്പനി സെക്രട്ടറി അല്ല, ഒരു കെ കുമാർ പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ ഒഴികെ വേറെ ആരുടെയും പേരുകൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ആകെയുള്ളത് enquiry@bgdl.com എന്ന് പറയുന്ന ഒരു മെയിൽ ID മാത്രമാണുള്ളത്. ഇത്തരത്തിലുള്ള ഒട്ടനേകം ആരോപണങ്ങളും സസ്പെൻഷനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പനി തന്നെ എക്സ്ചേഞ്ചിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ആ എക്സ്പ്ലനേഷൻ ആണ് ഏറ്റവും തമാശയായിട്ടുള്ളത്. ഈ പറഞ്ഞ കോൺട്രാക്റ്റുകളൊക്കെ ലഭിച്ചു, പക്ഷെ അതിനൊന്നും തെളിവില്ല, അതൊന്നും റിട്ടേൺ ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷെ ഈ ഒരു എക്സ്പ്ലനേഷന്റെ അവസാനം പറയുന്ന ഒരു കാര്യം, ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്തുള്ള നിക്ഷേപം സൂക്ഷിച്ചു വേണം നിക്ഷേപിക്കാൻ എന്നുള്ളത്. ലോകത്ത് ഏതെങ്കിലും ഒരു കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിന്റെ അകത്ത് സ്വന്തം നിക്ഷേപകരോട് ഈ കമ്പനിയിൽ സൂക്ഷിച്ച് നിക്ഷേപിക്കണം എന്നുള്ള ഡിസ്ക്ലൈമർ കൊടുത്തത് ചരിത്രത്തിൽ ആദ്യമായിരിക്കാവുന്നതായിരുന്നു. അപ്പൊ ഇതിനെ തുടർന്ന് ഫിനാൻഷ്യൽ ടൈംസ് ഒക്കെ പോലത്തെ ചില ബിസിനസ് ഡെയിലീസ് ഈ പറഞ്ഞ കോൺട്രാക്ട് നൽകിയെന്ന് പറയുന്ന മക്കെയിനുമായിട്ടും ടാറ്റ കൺസ്യൂമറായിട്ടും റിലയൻസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടു. ഇതിനകത്ത് റിലയൻസ് ഒഴികെ മറ്റ് 2 പേരും ഈ പറഞ്ഞ ആരോപണമല്ല, ഈ ഓർഡർ നൽകി കോൺട്രാക്ട് നൽകി എന്ന കാര്യം നിഷേധിച്ചു. റിലയൻസ് മാത്രം പറഞ്ഞു ഈ ഒരു 155 കോടി രൂപയുടെ കോൺട്രാക്ട് നൽകി എന്നുള്ളത് സത്യമാണ്. ഇത് മാത്രമല്ല 65 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് നൽകുകയും ചെയ്തു, അതുകൂടി പറഞ്ഞു. പക്ഷെ അതിനൊന്നും ഇൻവോയ്സോ ഒന്നുമില്ല. പക്ഷെ റിലയൻസ് തന്നെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ നൽകി എന്ന് പറയുമ്പോൾ പിന്നെ ഇൻവോയ്സ് ഒന്നും കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതിനെ തുടർന്ന് കുറച്ച് ചോദ്യങ്ങളാണ് സാധാരണക്കാരുടെ മനസ്സിൽ ഉദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, റിലയൻസ് പോലത്തെ ഒരു കമ്പനി നൽകാനുള്ള പണം പോലും നമ്മളവിടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ കാണാം പേയബിൾസിന്റെ എമൗണ്ട് ആണ് വളരെ കുന്നുപോലെ കിടക്കുന്നത്. അതായത് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും കളക്ഷന് വേണ്ടിയിട്ട് 15,000 തവണ കയറി ഇറങ്ങേണ്ട ഒരു കമ്പനിയാണ് റിലയൻസ്. അങ്ങനത്തെ ഒരു കമ്പനി 65 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് നൽകി എന്ന് പറയുന്നതിന് ഏറ്റവും സംശയാസ്പദമാണ്. പക്ഷെ നൽകി എന്നുള്ളത് റിലയൻസ് തന്നെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തിനു നൽകി, ആര് നൽകി എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു.
പ്രത്യേകിച്ച് ഒരു ഇൻവോയ്സ് പോലും റേസ് ചെയ്യാണ്ട് ഈ പണം എന്തിനു നൽകി? റിലയൻസിന്റെ മുകേഷ് അംബാനി ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള അല്ല പറയുന്നത്. പക്ഷേ ഇതിന് താഴെക്കിടെയുള്ള ആരൊക്കെയോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഇൻവോൾവ് ആണ്. ഇതൊരു വലിയൊരു സിൻഡിക്കേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് വലിയൊരു സിൻഡിക്കേറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UPL ആഗ്രോ ആകട്ടെ, അല്ലെങ്കിൽ ടാറ്റ കൺസ്യൂമർ ആകട്ടെ, അല്ലെങ്കിൽ റിലയൻസ് ആകട്ടെ, മെക്കെയിൻ ആകട്ടെ, ഇവരുടെ എല്ലാം പേരുകൾ പബ്ലിക്കായിട്ട് ന്യൂസുകളിലും ഒക്കെ വരുന്നു കോൺട്രാക്ട് നൽകി എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ രീതിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികൾക്കും ഡിജിറ്റൽ ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള വിങ് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്, മാർക്കറ്റിംഗ് ടീം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസോ എന്തെങ്കിലും ഈ ഓൺലൈൻ റെപ്പോസിറ്ററിയിൽ വന്ന് ചാടിയാൽ അപ്പോൾ തന്നെ അതിനെ അനലൈസ് ചെയ്യാനും കാണാതിരിക്കാൻ വേണ്ടി ആർക്കും കഴിയില്ല. അപ്പോൾ ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇത്ര കാലം കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളം ഇത് വന്നു, ഈ ഒരു പ്രത്യേക കമ്പനിയുടെ ഷെയർ പ്രൈസ് മുകളിലേക്ക് പോയി, എന്നിട്ട് പോലും ആരും അതിനെക്കുറിച്ച് ഈ കമ്പനികൾ ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു സംശയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കമ്പനിയുടെ ഒക്കെ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ അംബാനിയോ ടാറ്റയോ ഒന്നും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ താഴെക്കിടയിലുള്ളവർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ, ഇവരൊക്കെ ചേർന്ന ഒരു സിൻഡിക്കേറ്റ് ആണ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. അപ്പോൾ നിക്ഷേപകൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പല പല അവസരങ്ങളിൽ സെബി പോലും നിസ്സഹായരാണ്. കാരണം നമ്മൾ ട്രിബ്യൂണലിന്റെ വിധി കണ്ടതാണ്. സെബിയോടാണ് എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സസ്പെൻഡ് ചെയ്തത് എന്നുള്ളത്. എന്തിനാ പറയുന്നു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ Q4 റിസൾട്ട്സ് ഈ ഒരു കമ്പനിയുടെ വരാൻ പോകുന്നു, വളരെ തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പ്രചാരത്തിലുള്ള ഒരു ന്യൂസാണ് നൽകുന്നത്. ചിലപ്പോൾ റീലിസ്റ്റ് ചെയ്തേക്കാം, പണത്തിന് വേറെ പരുന്നും പറക്കില്ല. പക്ഷേ നിക്ഷേപകൻ എന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾ എന്ത് കാണുകയാണെങ്കിലും, പ്രത്യേകിച്ച് കുഞ്ഞൻ കമ്പനികളെ കുറിച്ചുള്ള ന്യൂസുകൾ, ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ രീതിയിൽ ഒരു കമ്പനിയുടെ വില നിലവാരം ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗം ഇത്തരത്തിലുള്ള ന്യൂസുകൾ, വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിൻഡിക്കേറ്റുകളെ കരുതിയിരിക്കുക. ഒരു പോയിന്റ് നിന്ന് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുകയോ 1-2 പോയിന്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഡേറ്റ ലഭിക്കില്ല. ഒരു കോൺട്രാക്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് 2-3 ന്യൂസ് പേപ്പറിന്റെ അകത്ത് കിട്ടിയെന്നതിന്റെ അർത്ഥം അത് കിട്ടിയെന്നുള്ളതല്ല. ഒരു ഓപ്പറേഷൻസും ഇല്ലാത്ത ഒരു കമ്പനിക്ക്, റിലയൻസ് പോലെയോ ടാറ്റ കൺസ്യൂമർ പോലത്തെ ഒരു കമ്പനി 10-200 കോടി രൂപയുടെ കോൺട്രാക്ടുകൾ നൽകാനുണ്ടായ ചേതോവികാരം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടി ആലോചിച്ചു നോക്കും. സാധാരണ രീതിയിൽ ഓപ്പറേഷൻസ് ഒക്കെ റെഗുലർ ആയിട്ട് നടക്കുന്ന കമ്പനികൾക്ക് പോലും ഇത്തരത്തിലുള്ള കോൺട്രാക്ടുകൾ ലഭിക്കാൻ സാധാരണ രീതിയിൽ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിവേകികളാകുക, വിജിലന്റ് ആയിരിക്കുക. ഇല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നല്ല കാലത്തുണ്ടാക്കിയ പണം ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ കളഞ്ഞു പോയേക്കാം. മറ്റൊരു തെറ്റ് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.